നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഡോക്ടർ വീണ, ആർ യു ഓക്കേ നൗ? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഇല്ല. കുഞ്ഞിനെ കാണണ്ടേ? NICU പോയി കുഞ്ഞിനെ ഒന്ന് കാണും. മാഡം, കുഞ്ഞിപ്പോ സേഫാണ്. ഈശ്വര, അല്പം മോഡേൺ ആയിട്ടുള്ള ചികിത്സ കൂടി കുഞ്ഞിന്റെ കാര്യത്തിൽ വേണ്ടിവരും. അത് മരുന്നുകൊണ്ടുള്ള ചികിത്സയല്ല. കുഞ്ഞിന്റെ ദേഹത്തെ ഊഷ്മാവ് ക്രമീകരിക്കാൻ ഒരു സപ്പോർട്ടാണ്. അതിനെ കങ്കാരു കെയർ എന്ന് പറയും. അമേരിക്കക്കാര് കണ്ടുപിടിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു രീതിയാണ്. അമ്മയുടെ ദേഹത്ത് നഗ്നമായ നെഞ്ചില് കുഞ്ഞിനെ കിടത്തുകയും രണ്ടുപേരുടെയും ശരീര ഊഷ്മാവുകൾ തമ്മിൽ ക്രമീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കങ്കാരു കെയർ. അത് ആവശ്യമായി വരുന്ന കുട്ടികളിൽ അമ്മയ്ക്ക് തീരെ അത് പറ്റുന്നില്ലെങ്കിൽ അച്ഛനും അത് ചെയ്യാവുന്നതാണ്. വീണ ഓക്കെ അല്ലേ? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ. എനിക്ക് ഐസിയിലേക്ക് കയറുമ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ ബോധം അറിയുന്ന പോലെ തോന്നും. ഇതെന്നെ ഓക്കെ. നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് പറയൂ. ഐ വിൽ ബി ദേർ. വീണയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ പൊക്കോളാം. കുഞ്ഞിനെ ഞാൻ ചൂട് കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? ചികിത്സാ രീതി നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അച്ഛനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങള് അല്ല നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നേ? കുഞ്ഞിന്റെ കാര്യമല്ലേ, അതിന് ഒരു കുറവും വരാതെ നമ്മൾ നോക്കണ്ടേ? ഇത് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റില്ല. അവളെ നിർബന്ധിക്കണ്ട. ഏതായാലും കുഞ്ഞിന്റെ അച്ഛന് ചെയ്യാന്നല്ലേ ഡോക്ടർ പറഞ്ഞു. വാ, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. നീ വാ. എന്തെന്ന് ബെനിച്ചതൊക്കെ? നീ ഒന്ന് സമാധാനിക്കാ ലീസേ, എല്ലാം ശരിയാവും.
രാവിലെ തന്നെ മോ വീട്ടിലേക്ക് വന്നു. പിടിച്ച പിടിയാലെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. കുറച്ചു ദിവസം അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന അവസ്ഥയിലായിന്നേ. അത് അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ എങ്ങോട്ട് പോയതാ? അമ്പലത്തിലേക്ക്? അത് മോളുടെ പേരിലൊരു വഴിപാട് നടത്താനുണ്ടായിരുന്നു. സദാനന്ദേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. മോളെ, അച്ഛന് ഭക്ഷണം കൊടുക്ക്. എന്നിട്ട് അച്ഛന് മുറി ഒന്ന് ശരിയാക്കി കൊടുക്ക. അല്ല, ഇതെന്ത് പറ്റിയ ശരവണ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലയ്യ. അവന്റെ കാര്യം അങ്ങനെയാണെന്നേ. ഉള്ളിക്കൊള്ളുന്നത് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തുടങ്ങി കരച്ചില്. എന്നമ്മ? അവന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തോ പറഞ്ഞു തുടങ്ങിയതാ. പാവം. മോളെ, അച്ഛന് ഭക്ഷണം കൊടുക്ക. അമ്മ അപ്പോഴേക്കും വരാം. ജീവ, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. അച്ഛാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. സാരമില്ലടാ, ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയാ. ഒന്നുമില്ല സാർ, എല്ലാം ശരിയാവും. സമാധാനായിട്ടിരിക്കേ. நீங்க வாங்க சார், ஏதாவது சாப்பிடலாம். ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.